പ്രണയം. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. കോളേജിൽ നിന്നും വന്ന് ആദു നേരെ പോയത് ഗായത്രിയുടെ വീട്ടിലേക്കാണ്. ഗായത്രി ഫ്രണ്ട് ഡോർ തുറന്നതും മറ്റൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവരെ പൂണ്ടടക്കം പിടിച്ചു ആദു. ആദ്യം ഒന്ന് പകച്ചുപോയെങ്കിലും ഗായത്രി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുനീർ അവരുടെ തോളിനെ നനച്ചൊഴുകി. ഗായത്രിയുടെ ഉള്ളൊന്നു പിടച്ചു. ഇനി ധ്രുവിയുമായി വീണ്ടും വല്ല പ്രശ്നവും? ഗായത്രിയുടെ മനസ്സ് അസ്വസ്ഥമായി. എന്തേ, എന്തു പറ്റി എൻ്റെ അമ്മൂട്ടിന്? ആ ചെക്കനുമായിട്ട് പിന്നെയും വല്ല പ്രശ്നമുണ്ടായോ? ഗായത്രി ആദിയോടെ തിരക്കി. അവൾ ഗായത്രിയിൽ നിന്നും വിട്ടുമാറിയില്ലെന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു. പിന്നെന്താ പ്രശ്നം? ഗായ്മയോട് പറയാം മൂട്ടാ. കൈക്കുമ്പിള്ളായി അവളുടെ മുഖം കോരിയെടുത്ത് അത്രമേൽ വാത്സല്യത്തോടെ ആദുവിനോട് ഗായത്രി ചോദിച്ചു. ഞാനേ ധ്രുവി സാറിനെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടില്ലേ ഗായമ്മേ? പക്ഷേ ഉണ്ടല്ലോ, ഞാൻ കണ്ട ടീച്ചേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റാ ധ്രുവിത് സാറ്. എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ സാറിനെ കുറിച്ച് ചിന്തിച്ചതും പറഞ്ഞതൊക്കെ ഓർത്ത് സങ്കടവും കുറ്റബോധവും ഒക്കെ തോന്നുവോ ഗായമ്മേ? ഇത് ഗായമ്മയോട് പറയാതെ എനിക്ക് വീട്ടിൽ പോലും പോകാൻ കഴിയില്ല. അങ്ങനെ തോന്നിയിട്ട് ഞാൻ കോളേജിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. ഗായത്രിയുടെ നെഞ്ചോട് ചാരി നിന്ന് ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ കൊഞ്ചി പറയുന്നവളെ അരുമയായി നോക്കി ഗായത്രി. ഒപ്പം പുതിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നോർത്ത് സമാധാനവും. ഇത്രയൊക്കെ പറയാനും മാത്രം എന്താ ഉണ്ടായത്? അതുകൂടി എന്റെ കുട്ടി പറഞ്ഞേ ഗായമ്മയോട്. അവളെയും കൂട്ടി അടുക്കളയിലേക്ക് നടന്ന് ഗായത്രി ചോദിച്ചു. ഗായത്രി അവൾക്കായി ചായ ഇടുവാനുള്ള ഒരുക്കങ്ങളിലേക്ക് കയറിയപ്പോ ആദു അടുക്കളയുടെ കൗണ്ടർ സ്ലാബിലേക്ക് കയറിയിരുന്നു. അവൾ ഇന്ന് നടന്നതൊക്കെ ഗായത്രിയോട് പറയുമ്പോഴാണ് ധ്രുവി അവിടേക്ക് വന്നത്. അവളുടെ സ്കൂട്ടി പുറത്തിരിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ ആളിവിടെയുണ്ടെന്ന് ധ്രുവി മനസ്സിലാക്കി. ഹോളിലേക്ക് കയറിയപ്പോൾ തന്നെ രണ്ടാളുടെ സംസാരം കേൾക്കാം. അവൻ അടുക്കളയിലേക്കൊന്ന് പാളി നോക്കി. അവൻ വന്നതുപോലും അറിയാതെ രണ്ടാളും ഭയങ്കര ചർച്ചയിലാണ്. ഇന്നത്തെ വിശേഷങ്ങളായിരിക്കും പറയുന്നതെന്ന് ധ്രുവി ഊഹിച്ചു. ആദു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗായത്രിയുടെ മനസ്സിനും വല്ലാത്ത സമാധാനവും അതിലുപരി ഒരുപാട് സന്തോഷവും തോന്നിയിരുന്നു. അപ്പ എന്റെ കുട്ടി കോളേജ് ഹീറോ ആയി മാറിയില്ലേ? ഗായത്രി അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. ഹീറോ ആയോന്നൊന്നും എനിക്കറിയില്ല ഗായമേ. പക്ഷെ അന്ന് ഫ്രഷേഴ്സ് ഡേയിൽ ഞാൻ ഉണ്ടാക്കിയ ചീത്തപ്പേര് മാഞ്ഞു പോയെന്നാ തോന്നേ. അത് കുറുമ്പോടെ പറഞ്ഞതും ഗായത്രി ചിരിച്ചുപോയി. പിന്നെയുണ്ടല്ലോ ഗായമേ, സത്യത്തിലേ ധ്രുവി സാറ് കാരണ എനിക്കത്രയും ധൈര്യമൊക്കെ കിട്ടിയത്. സാർ എനിക്ക് കോൺഫിഡൻസ് തന്നില്ലായിരുന്നെങ്കിൽ ഇനി ആ കോളേജിൽ കാല് കുത്താൻ പോലും കഴിയാത്ത രീതിയിൽ ഞാൻ പിന്നെയും നാണം കെട്ടു പോയിന്. ആദൂന്റെ ശബ്ദം തെല്ലിടറി. അവളുടെ വാക്കുകളെല്ലാം കേട്ടുകൊണ്ട് ഹോളിൽ നിന്ന് ഒരുത്തന്റെ മനസ്സിലും തണുപ്പ് പടർത്തി. ഇവിടേക്ക് കയറൂന്ന് മോള് സീതയോട് പറഞ്ഞില്ലല്ലോ അല്ലേ? ഗായത്രി അവളോട് ചോദിച്ചു. പറഞ്ഞിരുന്നു ഗായമേ. മോൾ ആ സ്നാക്സ് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോവാ. ഗായ്മ ചായ എടുക്കാം പറഞ്ഞുകൊണ്ട് ചായ ട്രേയുമായി ഗായത്രി ഡൈനിങ് ഹാളിലേക്ക് നടന്നു. ആദു സ്നാക്സ് പാത്രവുമായി പിറകെയും. ആഹാ, നീ എപ്പോ എത്തി ധ്രുവി? ഗായത്രി ചോദിക്കുന്ന കേട്ടതും ആദു കണ്ണുകൾ ഉയർത്തി നോക്കി. ധ്രുവിയെ കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം അവളിൽ ആവിയായി. അവൾ വിറയ്ക്കുന്ന കരങ്ങളോടെ ആ പാത്രം ഡൈനിങ് ടേബിളിന്റെ പുറത്തേക്ക് വെച്ചു. ഞാൻ വന്നതേ ഉള്ളമ്മേ. ബാഗ് ടേബിളിന്റെ പുറത്തേക്ക് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നിനക്ക് ചായ എടുക്കട്ടെ അതോ കുളി കഴിഞ്ഞു മതിയോ? ഗായത്രി അവനോട് ചോദിച്ചു. കുടിച്ചിട്ട് പോകാം, ഇനി മുകളിലേക്ക്. ധ്രുവി ചെയർ വലിച്ചിട്ട് ഇരുന്നു. താനിരിക്കടോ. ധ്രുവി പറഞ്ഞപ്പോൾ അവളും ഒരു കസേരയിലേക്ക് ഇരുന്നു. ഇത്ര നേരം വായിൽ നാവിടാതെ അലച്ചോണ്ടിരുന്ന പെണ്ണാണ് തന്നെ കണ്ടപ്പോൾ സൈലന്റ് ആയതെന്ന് ധ്രുവിയും ഓർത്തു. ഗായത്രി അപ്പോഴേക്കും ഓരോരുത്തർക്കുമുള്ള ചായ കൊടുത്തിരുന്നു. ചൂട് ചായ ഊതി കുടിക്കാൻ നോക്കുന്നവളെ ധ്രുവി ഒന്ന് പാളി നോക്കി. ചൂട് കൂടുതലാണല്ലേ മോളെ? ഇവന് ചായക്ക് നല്ല ചൂട് വേണം. ഇവന്റെ അച്ഛനും ഇങ്ങനെയായിരുന്നു. ഇവരുടെ ഇഷ്ടം നോക്കി ഞാനും അങ്ങനെ ശീലിച്ചു. പറഞ്ഞതിനൊപ്പം അവൾക്കുള്ള ചായ ആറ്റുന്നുമുണ്ട്. 19 വയസ്സുള്ള കുഞ്ഞുവാവ. എല്ലാരും കൂടി പെണ്ണിനെ കൊഞ്ചിച്ചു വഷളാക്കി വെച്ചേക്കുവാ.
മനസ്സിൽ പറഞ്ഞ് ഒരുവൻ ചിരിയടക്കി. ആദു ചായ കുടിച്ചു തീരും മുന്നേ ധ്രുവി മുകളിലേക്ക് പോയിരുന്നു. അപ്പോഴാണ് അവനോടൊരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന ചിന്ത ആദുവിന് വരുന്നത്. ഗായ്മേ, സാറിനോടൊരു താങ്ക്സ് പറയാൻ കൂടിയാ ഞാനിവിടേക്ക് വന്നത്. അപ്പോഴേക്ക് സാറങ്ങ് കയറിപ്പോയി. അവൾ ചുണ്ടു പിളർത്തി പറഞ്ഞു. മോൾ അവന്റെ മുറിയിലേക്ക് ചെന്ന് വിളിക്ക്. എന്നിട്ട് പറഞ്ഞു, ഇനി അത് ഓർത്ത് നടന്നിട്ട് എന്റെ കുട്ടിക്ക് സമാധാനക്കേട് വേണ്ട. ഗായത്രി പറഞ്ഞതും അങ്ങനെ വേണോന്ന് ആദു ഒന്ന് ആലോചിച്ചു. നാളെ തറവാട്ടിലേക്ക് പോകും. പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് ഇവിടേക്ക് വരൂ. താങ്ക്സ് പറഞ്ഞില്ലല്ലോ എന്നോർത്ത്. അത്രയും നാള് സമാധാനമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ പോയിട്ട് ആ കടം അങ്ങ് തീർക്കുന്നത് തന്നെ. ആദു രണ്ടും കൽപ്പിച്ച് മുകളിലേക്ക് നടന്നു. ഇന്നത്തെ ദിവസത്തെ ഓട്ടത്തിനിടയിൽ ധ്രുവി അത്യാവശ്യം നന്നായി ക്ഷീണിച്ചിരുന്നു. കുട്ടികളെല്ലാരും പോയി കഴിഞ്ഞാണ് അധ്യാപകർ വീട്ടിലേക്ക് പോയത്. സത്യത്തിൽ ഫ്രഷ് ആയാൽ മതിയെന്ന് കരുതി വീട്ടിലേക്ക് ഓടി വന്നതാണ് ധ്രുവി. അപ്പോഴാണ് ആത്മീകയെ അവിടെ കാണുന്നത്. അവളെ കണ്ടതുകൊണ്ടാണ് ചായ കുടിച്ചിട്ട് ഫ്രഷ് ആകാന്ന് കരുതിയതും. ഓരോന്നാലോചിച്ചാണ് ധ്രുവി ഷർട്ടിന്റെ കുടുക്ക് മാറ്റിയത്. ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റിയപ്പോൾ തന്നെ വലിയ ആശ്വാസം തോന്നി അവന്. ആകെ വിയർത്ത് മുഷിഞ്ഞു നിൽക്കുമായിരുന്നു. കുറച്ചുനേരം ഫാനിന്റെ കാറ്റിൽ ശരീരം തണുപ്പിച്ചങ്ങനെ നിന്നു ധ്രുവി. ഇപ്പോൾ നല്ലൊരാശ്വാസം. മുണ്ട് മാറ്റി കുളിക്കാൻ ടവൽ ഉടുക്കാൻ നേരമാണ് ഡോറിൽ തട്ട് കേൾക്കുന്നത്. ഡോറ് ചാരിയിട്ടേ ഉള്ളൂ അകത്തേക്ക് വന്നു. ടവൽ ഉടുത്തുകൊണ്ട് അമ്മയാണെന്ന് കരുതി അവൻ വിളിച്ചു പറഞ്ഞു. ആദ്യവും മറ്റൊന്നും ചിന്തിക്കാതെ ഡോർ തുറന്നതും കാണുന്നത് ഒരുവന്റെ ദൃഢമായ നഗ്നമായ പുറംഭാഗമാണ്. അപ്രതീക്ഷിതമായ കാഴ്ചയിൽ ആദ്യവാകെ ഞെട്ടിപ്പോയി. പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും ധ്രുവി അവളെ കണ്ടത് ഒരേ നിമിഷം. ആ നിമിഷം നൽകിയ ഷോക്കിലാണ് ഇരുവരും. ധ്രുവിയുടെ വിരിഞ്ഞ നെഞ്ചിലും ഉറച്ച പേശികളിലും ആ ശരീരത്തിലേക്കും സ്വയം അറിയാതെ അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചു. ആദുവിന്റെ ഹൃദയം പഞ്ചാരിമേളം ശക്തമാക്കി. നെറ്റിയിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ തുള്ളികളായി അവളുടെ മുഖത്തെ പുൽകി ഒഴുകി. ആദു ഒന്ന് വിറച്ചുപോയി. നീ എന്താ ഇവിടെ? ബോധം വന്ന ഒരുവൻ ശബ്ദം ഉയർത്തിയത്. ആദു ആകെ ഭയന്നു. ധ്രുവി മറ്റൊരു ടവലെടുത്ത് നെഞ്ചത്തേക്കിട്ടു. ചലിക്കാൻ പോലും കഴിയാതെ അപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുവാണ് ആദു. എടി, നിനക്ക് ചെവി കേൾക്കില്ലേ? എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്? ധ്രുവി കുറച്ചുകൂടി ശബ്ദം ഉയർത്തി. ഞാനൊന്നുമില്ല, പോകുക. ധ്രുവിയുടെ ആക്രോശത്തിൽ ഭയന്നു പോയവളിൽ വിറച്ച് വിറച്ച് അത്രമാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. പിന്നെയും ധ്രുവിയുടെ വഴക്ക് കേൾക്കാൻ കരുത്തില്ലാതെ വേഗത്തിൽ മുറിയിൽ നിന്നും ആദു പുറത്തേക്കോടി. മോളെ, അവനെന്ത് പറഞ്ഞു? ഗായ്മ വിളിച്ചു ചോദിച്ചത് അവൾ കേട്ടതുപോലുമില്ല. മറ്റേതോ ലോകത്തെന്നതുപോലെ അവൾ വണ്ടിയും എടുത്ത് വീട്ടിലേക്ക് പോയി. ഈ കൊച്ചിനിതെന്തു പറ്റി? ആ ചെക്കൻ ഇനി അതിനെ വല്ലതും പറഞ്ഞോ? ഗായത്രി താടിക്ക് കൈയും കൊടുത്ത് ആലോചിച്ചു. വീട്ടിലെത്തിയപ്പോ സീത അവളെയും കാത്തിരിപ്പുണ്ട്. അതും മുഖത്തൊരു സന്തോഷഭാവം അണിഞ്ഞു. ഇന്ന് കണ്ട കാഴ്ച അച്ഛനോടും അമ്മയോടും പറയാൻ കഴിയുന്നതാണോ? അയ്യേ! അതും മുഖം ചുളുക്കി. നിന്റെ മുഖത്തെന്താ ഒരു വാട്ടം? ലക്ഷണശാസ്ത്ര വിദഗ്ധ സീതാലക്ഷ്മി ഉടൻ തന്നെ അവളുടെ മാറ്റം കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ആകെ ക്ഷീണിച്ചു പോയമ്മേ. ഞാനൊന്ന് ഇത്തിരി കിടന്ന് ഫ്രഷ് ആയിട്ട് താഴേക്ക് വരാം. അച്ഛയോടും പറയണേ. അവൾ വേഗത്തിൽ നടന്നു. അല്ലെങ്കിൽ ഇനിയും ചോദ്യങ്ങളുണ്ടാകും. പറയാൻ എന്തൊക്കെയോ സന്തോഷ വാർത്തകളുമായി വന്നതാ. ആ മനുഷ്യന്റെ ഒറ്റ ചാട്ടത്തില് എല്ലാം ആവിയായിപ്പോയി. ഈ വിശ്വാമിത്രൻ എന്നോട് കിടന്ന് ചാടിയതെന്തിനാ? ഡോർ തുറക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഡോർ തുറന്നത്. അയ്യേ! ആ രംഗം ഓർത്തപ്പോ ജാളിതയെ മുഖം പൊത്തിപ്പോയിരുന്നു അതും. എന്റെ ദൈവമേ! കഴിഞ്ഞ കാലത്തേക്ക് ടൈം ട്രാവൽ വെച്ച് സഞ്ചരിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ ആ മുറിയിലേക്ക് പോയ സീന് അങ്ങ് കട്ടിയായിരുന്നു. ഞാനിനി ആ വിശ്വാമിത്രനെ എങ്ങനെ ഫേസ് ചെയ്യും? ആദു വീട്ടിലേക്ക് ചാഞ്ഞു കിടന്ന് ചിന്തിച്ചു. കുറച്ചുനേരം അങ്ങനെ കിടന്ന് ആദു മയങ്ങിപ്പോയി. ഫോണിൽ തെരുതെരെ നോട്ടിഫിക്കേഷൻ വരുന്ന ശബ്ദം. അത് കേട്ടാണ് അവൾ ഉണർന്നത്. ഉടുത്തിരുന്ന ധാവണി പോലും മാറ്റിയിട്ടില്ല. ക്ലോക്കിലേക്ക് നോക്കിയപ്പോ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. അച്ഛ വന്നിട്ടുണ്ടാകും. അവൾ ധാവണിയൊക്കെ വേഗം മാറ്റി ബാത്റൂമിലേക്ക് കയറി. ഉറുക്കൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ പാസാക്കി വന്നപ്പോ ജാളിതയ്ക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. താഴേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് കോൾ വന്നത്. അക്കു ആയിരുന്നു അത്. ഡി,
കോളേജ് ഗ്രൂപ്പ് ഒന്ന് നോക്കിയേ നീ. അത്രമാത്രം പറഞ്ഞവൾ കോള് കട്ട് ചെയ്തു. അതിലിപ്പോ എന്താണെന്നറിയാനൊരു വെപ്രാളത്തോടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. ക്ലാസ് ഗ്രൂപ്പിൽ കുറേ മെസ്സേജുകൾ വന്ന് കിടക്കുന്നു. ആദു ചാറ്റ് ഓണാക്കി സ്ക്രോൾ ചെയ്തു. മുകളിലേക്ക് പോയതും കണ്ട വീഡിയോ അവൾ ഡൗൺലോഡ് ചെയ്തു. ആദുവിന്റെ പ്രസംഗം. അത് കാണാനൊരു ആകാംക്ഷ തോന്നിയത് അപ്പോൾ മാത്രമാണ്. അതുവരെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുമില്ല. സമയം കിട്ടിയില്ല എന്നതാണ് സത്യം. ആദു ആ വീഡിയോ പ്ലേ ചെയ്തു. ഞാൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? തനിക്ക് ഇത്ര ധൈര്യമൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ തോന്നിപ്പോയി. ആദുവിനെക്കുറിച്ച് ഗൗരി മേഡം സംസാരിക്കുന്നതും പൊന്നാട അണിയിക്കുന്നതുമായ വീഡിയോ ഉണ്ട്. ധ്രുവി പകർന്നു നൽകിയ കരുത്തിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. തനിക്കിന്നു വന്ന സകല സൗഭാഗ്യങ്ങൾക്കും കാരണക്കാരൻ ആ ഒരാളാണ് ധ്രുവിത് സാറ്. അവനെ ഓർത്തപ്പോൾ അവളുടെ ചുടികളിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴാണ് അമ്മയോടും അച്ഛയോടും ഇന്നത്തെ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന ഓർമ്മ വന്നത്. ആ വീഡിയോ ഗായമ്മയുടെ ഫോണിൽ കൂടി ഫോർവേഡ് ചെയ്തു. ആ കള്ള വിശ്വാമിത്രൻ അത് ഗായമ്മയെ കാണിക്കാൻ പോകുന്നില്ലെന്ന് അവൾക്കും അറിവുള്ളതല്ലേ. ആഹാ, ആഘോഷമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു പോയോ അച്ചായിയുടെ അമ്മൂട്ടൻ? സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവളെ കൊഞ്ചിച്ചുകൊണ്ട് വിശ്വനാഥൻ ചോദിച്ചു. ഇന്നിത്തിരി ക്ഷീണമൊക്കെ കാണുമല്ലോ. അമ്മാതിരി പെർഫോമൻസ് അല്ലേ അച്ഛൻ്റെ അമ്മൂട്ടൻ നടത്തി വന്നത്? അവൾ അല്പം കുറുമ്പോടെ പറഞ്ഞു. അതെന്തേ, എന്റെ അമ്മൂട്ടൻ ഒറ്റയ്ക്ക് വടം വലിച്ചാണോ ടീമിനെ ജയിപ്പിച്ചത്? വിശ്വനും കളിയാണ്. അച്ഛനും മങ്ങളും തമ്മിലുള്ള കുറുമ്പ് നിറഞ്ഞ സംസാരം കേട്ട് ഒരു ചിരിയോടെ ഇരിപ്പുണ്ട് സീത. വലിയ സ്വീകരണമൊക്കെ വാങ്ങിയിട്ട് വരുന്ന സെലിബ്രിറ്റികൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അച്ഛൻ. ഓ, അതാരാ സീതേ? നമ്മുടെ വീട്ടിലെ സെലിബ്രിറ്റി? ഞാനിവിടുന്ന് രാവിലെ ജോലിക്ക് പോകും വരെ ഇവിടെ ഒരു സെലിബ്രിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ. വിശ്വൻ ചോദിച്ചു. അതെയോ, അതിനുശേഷമാണ് ആ സെലിബ്രിറ്റി ജനിച്ചത്. അതിനു മുമ്പ് ഏതോ ഒരു വിശ്വനാഥന്റെ മകൾ മാത്രമായിരുന്നു ആ സെലിബ്രിറ്റി. ആദു കളിയാക്കി പറഞ്ഞു. അത് കേട്ട് വിശ്വനും ചിരിച്ചു. അച്ഛേ, ദേ ഇതൊന്ന് നോക്കിയേ. ആദു അവളുടെ ഫോണ് വിശ്വന് നേർക്ക് നീട്ടി. വിശ്വൻ അത് വാങ്ങി. സീത അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്ന് ഫോണിലേക്ക് നോക്കിയിരുന്നു. വീഡിയോ പ്ലേ ആയി തുടങ്ങി. പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുമ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് തന്റെ മകളെയോർത്ത് അഭിമാനം നിറഞ്ഞു നിന്നോ. ഒരു വീഡിയോ കൂടിയുണ്ട്. അടുത്ത വീഡിയോയും ആദു പ്ലേ ചെയ്തു. ഗൗരി അവളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ, അവളെ പൊന്നാടെ എണീക്കുന്ന ദൃശ്യം ആ അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് നിറച്ചു. രണ്ടാളും ചേർന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മൂട്ടി മിടുക്കിയല്ലേ. അന്ന് കളിയാക്കിയവരെ കൊണ്ട് തന്നെ നല്ലത് പറയിച്ചില്ലേ നീ? വിഷൻ അഭിമാനത്തോടെ പറഞ്ഞു. അച്ഛേ, ഇനി ഇതിനൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അത് പറയട്ടെ. ആദു പറഞ്ഞതും രണ്ടാളും അവളെ ശ്രദ്ധിച്ചു. ആദു പറഞ്ഞു തുടങ്ങി. ത്രയെ നൽകിയ പണിയെക്കുറിച്ച്, ധ്രുവി അവൾക്ക് നൽകിയ എനർജിയെക്കുറിച്ച്, അവനിൽ നിന്ന് ലഭിച്ച മോട്ടിവേഷനെക്കുറിച്ച്. അവസാനം ഗൗരി മാഡം കോണ്ടാക്ട് നമ്പർ അവൾക്ക് നൽകിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദു അവരോട് ഷെയർ ചെയ്തു. വിഷ്ണുവും സീതയ്ക്കും ഒരുപാട് കടപ്പാട് തോന്നി ധ്രുവിയോട്. ഇന്നത്തെ അവന്റെ പ്രവൃത്തിയിൽ അവരിലെ അവനെക്കുറിച്ചുള്ള അവസാന കരടും നീക്കിക്കളഞ്ഞിരുന്നു. തുടരും. അടുത്ത പാർട്ട് ഇന്ന് തന്നെ വേണോ? അഭിപ്രായം പറയണേ. കഥയ്ക്ക് സപ്പോർട്ടും തരണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.